ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിർണയം വളരെ കീറാമുട്ടിയായി മുന്നോട്ട് പോകുന്നു. പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതൊക്കെ കാറ്റത്ത് പറന്നുപോയി. വർഷങ്ങൾക്ക് മുമ്പേ ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് കോൺഗ്രസിൻ്റെതാകണം എന്നുള്ള ചട്ടക്കൂടിലുള്ള പ്രവർത്തനം നടന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്ങനെയും കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരണം, ഇല്ലാത്ത പക്ഷം വലിയ പ്രതിസന്ധി ഈ നാട്ടിലുണ്ടാകും എന്നൊക്കെ നമ്മൾ എല്ലാവരും ചിന്തിച്ചതും ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. പക്ഷേ കോൺഗ്രസിന്റെ വരവിന് ആവശ്യമായ ആസ്പദമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയപരമായി നടക്കപ്പെട്ടു എങ്കിലും ഏറ്റവും വലിയ കീറാമുട്ടിയായി എന്നും കോൺഗ്രസ് അഭിമുഖീകരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിൽ അത് സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ്. അപ്പോൾ പാളിയത് എവിടെയാണ്? 4 മണിക്കൂറിനകത്ത് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ശക്തമായ രീതിയിൽ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും പാർട്ടിക്കാരോടും പറഞ്ഞിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു, ജനങ്ങൾ കാതോർത്തിരുന്നു UDF-ന്റെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം. UDF-ൽ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആയിരുന്നു. എന്നാൽ ജോസഫിൽ നിന്ന് 2 സീറ്റുകൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ വലിയ അങ്കലാപ്പോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ഉണ്ടായില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? കോൺഗ്രസിലെ 95 സീറ്റുകൾ എങ്ങനെ വീതം വെക്കും, ആർക്ക് കൊടുക്കും? വലിയ ചോദ്യങ്ങളുടെ മുന്നിൽ അങ്കലാപ്പിലായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MP സീറ്റിൽ മത്സരിച്ച ചില അഭിനവ നേതാക്കന്മാർ പാർട്ടിയിൽ MLA ആയി മന്ത്രിയാവാൻ ആഗ്രഹിച്ചു. അപ്പോൾ 1-2 പേരല്ല, പല ആൾക്കാരും ആഗ്രഹിച്ചു. എന്താണ് കാരണം? അവർക്ക് മുഖ്യമന്ത്രിയാവണം, അവർക്ക് മന്ത്രിമാരാവണം. അപ്പോൾ ഇവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സാധാരണപ്പെട്ട രാഷ്ട്രീയക്കാരുടെ അവസ്ഥ എന്താണ്? നമുക്കറിയാം. രാഷ്ട്രീയ പാർട്ടിയാകുമ്പോൾ CPM-ൽ പിണറായി വിജയനെ പോലെയൊക്കെ ചില നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ വീണ്ടും മത്സരിപ്പിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്. അത് നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും അങ്ങനെ ഉൾപ്പെടെയുള്ള ചില ആൾക്കാർ, MP-മാരല്ലാത്തവർ, നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം MLA-മാരായി ഇരുന്നിട്ടുള്ളവർ, അവർ മത്സരിക്കുമെന്നുള്ളത് സർവ്വസാധാരണമാണ്. അവരുടെ മത്സരത്തെ ജനം സ്വാഗതം ചെയ്തു. എന്നാൽ MP-മാർ ഇലക്ഷൻ ആയപ്പോൾ തട്ടിക്കൂട്ടുമായി രംഗത്ത് വന്നു. പ്രധാനപ്പെട്ട ആൾ ആരാണെന്ന് ചോദിച്ചാൽ K. സുധാകരൻ ഇപ്പോൾ ശക്തമായ രീതിയിൽ തനിക്ക് സീറ്റ് ലഭിച്ചേ പറ്റൂ എന്നുള്ള ആ കടുംപിടുത്തം വളരെയേറെ ഹൃദയവേദനയ്ക്ക് കാരണമാകുന്നു. അനേകായിരം ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ KSU നേതാക്കന്മാർ, പാർട്ടിയിലെ ഇതുവരെ സീറ്റ് ലഭിച്ചിട്ടില്ലാത്തവർ, ജനാധിപത്യ വ്യവസ്ഥയിൽ ആരാണ് ഇലക്ഷൻ മത്സരിക്കാൻ ആഗ്രഹിക്കാത്തത്? അതൊക്കെയാണല്ലോ അവരുടെ ജീവിതത്തിന്റെ സ്വപ്നത്തിന്റെ ഭാഗമായി അവർ ഈ പാർട്ടിയിൽ നിൽക്കുന്നത് തന്നെ. അപ്പോൾ നേതാക്കന്മാർ മനസ്സിലാക്കണം, ഇവർക്ക് വേണ്ടി, തൻ്റെ പിന്നാലെ വരുന്നവർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് കൊടുക്കുന്ന വിശാലമായ ആശയങ്ങളുടെ പിന്നാലെ നടക്കേണ്ട നിങ്ങളെ പാത്രമായിട്ട് അവർ വേറൊരു രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ കേൾക്കില്ല, സ്വന്തം കുടുംബക്കാർ പറഞ്ഞാൽ മാത്രമേ മാറി നിൽക്കൂ. K. സുധാകരനെ പറ്റി ചില വാർത്തകൾ പറയുന്നത് കേട്ടപ്പോൾ വളരെയേറെ വിഷമം തോന്നി. ഇദ്ദേഹത്തിന്റെ ഭവനത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾക്കും അമ്മയ്ക്കും വേണ്ടി ആണോ ഈ പാർട്ടിയെ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്? അപ്പോൾ ഒരു കാര്യം, K. സുധാകരനെയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിനെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സീറ്റുകളുടെ ധാരണയായില്ല. വളരെ മോശമായ രീതിയിൽ ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞിട്ടും 3 നാൾ കഴിഞ്ഞിട്ടും ഈ പ്രതിസന്ധി വളരെയേറെ വേദനാജനകമാണ്. ഒരു കോൺഗ്രസ്സുകാരന്റെ മനസ്സിൽ ഇതിനപ്പുറത്തോട്ട് കീറിമുറിക്കുന്ന വേദനകൾ ഒന്നും തന്നെ ഇല്ല. ഈ തെരഞ്ഞെടുപ്പ് അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പോരാട്ടമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു കാഴ്ചപ്പാടായി നിങ്ങൾ കാണരുത്. കാരണം എന്താണെന്നറിയാമോ? ഇതിനെപ്പറ്റി എന്നെ പോലെ തന്നെ എത്രയോ ആൾക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് CPM-ലുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. കാരണം CPM എന്ന് പറയുന്ന പാർട്ടി ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കാറ്റിൽ പറത്തി നടന്നു പോകുമ്പോൾ നേതാക്കന്മാർക്കെതിരെ വിരൽ ചൂണ്ടാൻ അവർക്കും കിട്ടുന്ന അവസരമാണിത്. അതിന് കോൺഗ്രസ് തയ്യാറെടുപ്പുകളോട് മുന്നിട്ട് പോയില്ല എങ്കിൽ അവർ ഒരിക്കലും BJP-ക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. അവർക്ക് വിശ്വാസത്തിൽ ജനാധിപത്യവും സോഷ്യലിസവും കൊണ്ടു നടക്കാൻ കഴിയുന്ന മതേതരത്വ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന കോൺഗ്രസിൽ ഇത്തരത്തിൽ വരുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, യുവാക്കളെ പരിഗണിക്കുന്നതിൽ കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടു. അതിൽ മാറ്റമൊന്നുമില്ല. പിന്നാലെ വരുന്നവന്റെ ഹൃദയവേദന മനസ്സിലാക്കാൻ കഴിയാതെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവൻ, ഒരു PSC ടെസ്റ്റ് എഴുതാത്തവൻ, അവൻ പാർട്ടിയിൽ നിന്ന് മന്ത്രിയാവണം, MLA ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രയോ പേരുണ്ടാവും. അവരൊക്കെ തഴഞ്ഞു നിർത്തി തനിക്കും തൻ്റെ മക്കൾക്കും തൻ്റെ ഭാര്യയ്ക്കുമെന്ന് ചിന്തിക്കുന്നത്. ഒരു MP-യുടെ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഭാര്യയെ മത്സരിപ്പിക്കേണ്ട ആവശ്യകതയെ പറ്റി ആലോചിക്കുക. അതൊന്നും അല്ല മിസ്റ്റർ. ഇവിടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അവരുടെ ഹൃദയത്തെ കീറിമുറിക്കും. ഒരു കാര്യം വളരെ വ്യക്തമായി പറയുക, നിങ്ങൾ നാളെ കോൺഗ്രസിന് അനുകൂലമായ രീതിയിൽ ഒരു ഭരണം പിടിക്കും, അതിന് നിങ്ങൾക്ക് കെൽപ്പുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ നിയമപരമായി തന്നെ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ വരും ഒരു മാസം കൂടി കഴിയുമ്പോൾ, അതായത് മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരും എന്നുള്ള ആ ശക്തമായ
വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ യുവാക്കൾ മിണ്ടാതെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷേ കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ സജി ജോസഫിനെ പോലെ ഒരാൾ, അവന് മത്സരിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നത് ചെറുതല്ല. അവന്റെ ജീവിതത്തിൽ അവൻ ഞങ്ങളെപ്പോലെ തന്നെ എത്രയോ വർഷമായി 10-30 വർഷത്തോളമായി ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവനാണ്. അവരെയൊക്കെ പരിഗണിക്കേണ്ടതാണ്. 3-4 പ്രാവശ്യം തോറ്റവർ. ഇനി ഒരു കാര്യം ഇവിടെ പറയാം, ഇപ്പോൾ MLA ആയി മത്സരിക്കുന്നവരൊക്കെ ഓർത്തോണം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കടമ്പകളും കടന്നു എന്ന് വിശ്വസിക്കരുത്. കാരണം സജി ജോസഫിനെ പോലെയുള്ള 10,000-കണക്കിന് ആൾക്കാർ ഈ പാർട്ടിയിൽ എതിർസ്വരം ഉണ്ടാക്കാതെ കാത്തുകെട്ടി കിടക്കുന്നത് എന്താണെന്നറിയാമോ? ഈ പാർട്ടി ഇന്നല്ലേ നാളെ അവരെ സഹായിക്കുമെന്നും അവർക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നും ഓർക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സജി ജോസഫ് ചാനലിന്റെ മുന്നിലിരുന്ന് വിങ്ങിപ്പൊട്ടുന്നത് കാണുമ്പോൾ അവനോടൊപ്പം നിൽക്കാതെ പിന്നെ ആരോടൊപ്പം നിൽക്കണമെന്ന് തോന്നുകയാണ്. ജോസഫിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് മേടിച്ച് അവന് കൊടുക്കാനുള്ള ആർജവം ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുഞ്ചാണ്ടിയെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ പലരെ പോലെ ആ സീറ്റ് ജോസഫൊക്കെ വിൽപ്പന നടത്തുമ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങൾ സജി ജോസഫിന്റെ കണ്ണീരിന് വില നൽകും. അവൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കട്ടെ, പക്ഷേ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് സജി ജോസഫ് അവിടെ ജയിക്കട്ടെ എന്നാണ്. കാരണം ജയിക്കാൻ പറ്റും, അത് കോൺഗ്രസിന്റെ മണ്ണാണ്, കോൺഗ്രസിന്റെ മണ്ഡലമാണ്. ജോസഫിനെതിരെ പറയുമല്ല, ഒരു ഘടകകക്ഷിയെ അപമാനിക്കുകയുമല്ല. പക്ഷേ തിരിച്ചറിവിന്റെ രാഷ്ട്രീയം അവിടെ ഉണ്ടാകണം. അവിടെയല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാവണം. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് യുവാക്കൾ നിങ്ങളോടൊപ്പം അടിയുറച്ചു നിൽക്കും. പല പിശാരടികൾ വന്നാലും വല്ല രാഷ്ട്രീയക്കാർ വന്നാലും ഒക്കെ പിന്താങ്ങുന്നതും. ജി സുധാകരൻ അപ്പലപ്പുഴയ്ക്ക് കൊടുത്ത പിന്തുണ, അദ്ദേഹം ഇന്നും പറഞ്ഞു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്താ ഉണ്ടാക്കാൻ അദ്ദേഹത്തിനൊക്കെ കൊടുക്കുന്നെന്ന ചോദ്യം വിരൽ ചൂണ്ടേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ ജയിച്ചവിടെ വന്നില്ല എങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പല നേതാക്കന്മാർ മുന്നിട്ട് വരേണ്ടി വരും. ഇതിനപ്പുറത്തായിട്ട് പി ശശിയെ പോലെ ഒരാളെയൊക്കെ മത്സരിപ്പിച്ച് പിന്തുണ കൊടുക്കുമ്പോൾ ആ സീറ്റ് ഞങ്ങൾക്ക് ജയിച്ചതല്ലോ എന്ന് പറയുന്നത്, റഷീദിനെ പോലെ ഒരാൾ പിണറായി വിജയന്റെ മുന്നിലിട്ട് കൊടുക്കാതെ അവിടെ നാദാപുരത്ത് മത്സരിക്കാൻ കഴിയുമായിരുന്നു. വേറെ എവിടെയൊക്കെ, തലശ്ശേരിയിലോ എവിടെയൊക്കെ ഉപയോഗിക്കാമായിരുന്നു. VK ശ്യാമളയ്ക്കെതിരെ അദ്ദേഹത്തെ മത്സരിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾ VK ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്തതൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെ ചോദ്യം ചെയ്യുന്നില്ല. കാരണം എന്താണ്? നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നാളെ നമ്മുടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചോദ്യങ്ങൾ വിരൽ തുമ്പിൽ നിന്ന് വിരൽ മടക്കി നിർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിനെപ്പറ്റി കാണരുത്. ഒത്തിരി പ്രശ്നങ്ങൾ വന്നുപോയി. അതുകൊണ്ട് നേതാക്കന്മാർ വിഷമിക്കുകയല്ല, മറിച്ച് സമചിത്തതയോട് പ്രവർത്തിച്ച് ആർക്കോ സീറ്റ് കൊടുക്കും, കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക. ഇതിനപ്പുറത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം നിങ്ങളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം.